അട്ടമലയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ സുർജിത് അയ്യപ്പത്ത് നൽകും. ഈ ആദിവാസി യുവാവിനെ ആക്രമിച്ചു എന്ന് കരുതുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളും 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യമാണ്. ഈ കാട്ടാനയാണ് ഇന്നലെ രാത്രിയിൽ ഈ ആദിവാസി യുവാവ് ബാലൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ബാലകൃഷ്ണന്റെ ജീവൻ എടുത്തത് എന്നാണ് സൂചന. തേയില എസ്റ്റേറ്റിലെ ഉള്ളിലൂടെയുള്ള റോഡിലേക്ക് ആന ഇറങ്ങി വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുർജിത്ത്, ഇത് സ്ഥിരം ഈ വന്യജീവി പ്രശ്നം നേരിടുന്ന മേഖലയാണ് എന്ന് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തന്നെയുമല്ല, ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വന്യജീവികൾ കൂടുതൽ എത്തുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നുകൂടി മനസ്സിലാകുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ കാട്ടാനയും അല്ലെങ്കിൽ ഈ വന്യജീവിയും ഒക്കെ ഈ പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് അവിടെ ഇനി അവശേഷിക്കുന്ന ജനങ്ങളുടെ വലിയ ആശങ്കയാണല്ലോ സുർജിത്ത്, അല്ലേ? വിജയകുമാർ, ഈ ദൃശ്യം ഇന്നലെ പകർത്തിയ ദൃശ്യമാണ്. ഇന്നലെ ഈ തോട്ടം മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ കാണുന്നുണ്ട് ഒരു ഒറ്റയാൻ ഈ തോട്ടത്തിനിടയിലൂടെ നടക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ പുറത്ത് വിട്ടതും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ തുടർച്ചയായി 2ാം ദിവസവും ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. എന്തായാലും ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ആംബുലൻസിനകത്തേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഈ ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഇവിടേക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തണം, എന്നാൽ മാത്രമേ ഈ പ്രതിഷേധത്തിന് അയവുണ്ടാകൂ എന്നുള്ള തരത്തിലുള്ള വാദമാണ് ഈ നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരവധി തവണയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇവിടുത്തെ ഒരു ദുരവസ്ഥ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. തോട്ടം മേഖല കേന്ദ്രീകരിച്ച് നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്നൊരവസ്ഥ പങ്കുവെക്കുന്നുണ്ട്. പ്രധാനമായും ഈ ധനസഹായം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം, കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനൊപ്പം ഇതിനൊരു ആശ്രിതന് നിയമനം നൽകണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ സർവകക്ഷി പ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ യോഗം ചേർന്നത്. CPM ജില്ലാ സെക്രട്ടറി റഫീഖ് നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ DFOനോട് കാര്യങ്ങൾ ധരിപ്പിച്ചത് എന്തൊക്കെയാണ് പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇപ്പം ഇങ്ങനെ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഉണ്ടായതിനു ശേഷം ഇനി അത് ആ നിലയിൽ ഇപ്പോൾ ചെയ്യേണ്ട ആശ്വാസ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ വേണ്ടി കഴിയുക. അത് സംബന്ധിച്ച് DFO ആയിട്ട് സംസാരിച്ചിരുന്നു. നിയമത്തിന് അനുസൃതമായുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ വനംവകുപ്പ് എന്ന നിലയിൽ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഇപ്പം നമുക്ക് വയനാട് ജില്ലയിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ അടിയന്തരമായി ഇതിന് ശാശ്വത പരിഹാരം കാണണം. അതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് 1972 കേന്ദ്രത്തിന്റെ നിയമമാണ്, വന്യജീവി സംരക്ഷണ നിയമം. ആ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നുള്ള കേരളത്തിന്റെ നിരന്തരമായ ആവശ്യമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ ഇടപെടേണ്ടത് ഇവിടുത്തെ MP ആണ്. MP അതിലൊന്നും ഇടപെടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വല്ലാത്ത പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അടിയന്തര നടപടികൾ ഉണ്ടാവണം തന്നെയാണ് നമ്മുടെ ആവശ്യം. അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ ഉള്ളത് ഈ ആംബുലൻസിൽ തന്നെയാണ് മൃതദേഹം ഇവിടെയുള്ളത്. മൃതദേഹം ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ആ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഇനിയിപ്പോൾ ഈ ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചോ ഇതുവരെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ലേ? വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും എത്തിയിട്ടില്ലേ? അവരുടെ പ്രശ്നങ്ങൾ അവിടെ കേൾക്കണമല്ലോ. ഈ ദിവസമെങ്കിലും ഇതുവരെ കേട്ടില്ല, ഇനിയെങ്കിലും അത് കേൾക്കണമല്ലോ. അപ്പോൾ അവിടേക്ക് എത്താൻ ഇനിയും കാലതാമസം എന്താണ്? DFO നമ്മോടൊപ്പം ചെയ്യുകയാണ്. സാർ, എന്താണ് നാട്ടുകാർ ഉന്നയിക്കുന്ന എന്ത് നടപടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? വനംവകുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പരേതനായിട്ടുള്ള ബാലന്റെ പിതാവായിട്ടുള്ള കറുപ്പന് ഇന്ന് തന്നെ ആദ്യ ഗഡുവായിട്ടുള്ള 5 ലക്ഷം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പരേതൻ ST വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട്, പണിയ വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫണ്ടും താമസിയാതെ തന്നെ കൊടുക്കുന്നതാണ്. വിവിധ ഫെൻസിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അതെ, നിലവിൽ വയനാട് പാക്കേജിൽ ഈ പ്രദേശത്ത് ഫെൻസിങ്ങിനുള്ള പ്രപ്പോസലുണ്ട്. സ്ഥലം MLAയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രപ്പോസലുമുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ത്വരിതപ്പെടുത്തുന്നതാണ്. എന്തായാലും അതാണ് DFO ഉന്നയിക്കുന്ന വാദം. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ സംസാരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്.
തഹസിൽദാറാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. തഹസിൽദാർ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ഇതിനുശേഷമാകും മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടി ഉണ്ടാവുക. ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാകും മൃതദേഹം കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി തഹസിൽദാർ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അതിനകത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ മുണ്ടക്കൈ ചുരമല മേഖലകളിൽ ഇപ്പൊ നമുക്കറിയാം ഇവിടെ ആളുകളൊക്കെ മാറി താമസിക്കുക. ഇവിടെ കുറഞ്ഞ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഇത് കൃത്യമായ നിലപാട് ഉണ്ടാക്കുന്നതായിട്ടുണ്ട്. ഇവിടെ ഈ ആദിവാസികളിൽ 3 കുടുംബങ്ങൾ ഇപ്പോഴും വനമേഖല ഉള്ളിയാണ്. ഇവരെ ഇവിടെ നിന്ന് പുനരധിപ്പിക്കാനുള്ള നടപടി ചെയ്തിട്ടില്ല. ഇപ്പോൾ അടിയന്തരമായി ഈ മരണപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ആശ്രയം ഉൾപ്പെടെ ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെ അതിൽ എന്താണ് എല്ലാവർക്കും അറിയാലോ വിഷയങ്ങൾ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പെട്ടെന്നുള്ള പറയും. അതെ, 10 ലക്ഷം രൂപയാണ് പിന്നെ അക്രമങ്ങളിൽ പറ്റുന്നവർക്ക് പിന്നെ കൊടുക്കുക. അതിൽ ആദ്യത്തെ 5 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കൊടുക്കും നിങ്ങൾ. പിന്നെ രണ്ടാമത്തെ 5 ലക്ഷം രൂപ പെട്ടെന്ന് പറഞ്ഞാൽ ഇന്നോടും ലാബ് സർട്ടിഫിക്കറ്റ്. അത് അടുത്തത് പിന്നെ അവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം മാത്രമേ നിയമപരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതും പെട്ടെന്ന് തന്നെ. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മണിയേട്ടന്റെ കുടുംബത്തിനോടും ഇതേ വാഗ്ദാനം നൽകിയിട്ടാണ് പോയത്. മനുപ്രസാദ് ഇപ്പോഴും റോട്ടിൽ നടക്കുകയാണ്. ഇവിടെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇന്നലെ അടക്കം കലക്ടർ അടക്കമുള്ള എല്ലാ ആളുകളും ഇവിടെ വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒന്ന് കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ വിഷയമാണോ അല്ലേ പിന്നെ തീരുമാനിക്കാം. ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത്, ഈ കുടുംബങ്ങൾ ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ ഉറപ്പ് തരുമ്പോ മരണപ്പെട്ടത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അറിയാലോ. അവരെ പുനരധിവാസം ഈ കാര്യമായി ബന്ധപ്പെട്ട് ഇവിടെ പറയണം. അവർക്ക് അടിയന്തര സഹായം ചെയ്തു കൊടുക്കുന്നത് അവരുടെ ഒരു പ്രത്യേക രീതി വെച്ച് ഈ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ സംസ്കാര നടപടികൾ കഴിഞ്ഞ ശേഷം അവർ പച്ചവെള്ളം പോലും കുടിക്കുള്ളൂ. അപ്പൊ മറ്റു കാര്യങ്ങൾ ഇത് അധികം വൈകുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ അതിലൊരു പരിഹാരം കണ്ട് അതിന്റെ നടപടി സ്വീകരിച്ച് തുടർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു യോഗം വിളിച്ച് ഈ പറയുന്ന എല്ലാ പ്രതിനിധികളെയും വിളിച്ച് മറ്റ് മുമ്പത്തെ കാര്യങ്ങൾ ന്യൂനത പരിഹരിക്കുന്നത് അത് ആലോചിക്കണം. ഈ കുടുംബം ഉണ്ടല്ലോ സാറേ, ഇവിടുന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയി. ഞാൻ ഈ നാട്ടുകാരാണ്, എല്ലാവരും ഒഴിഞ്ഞു പോയി. ഈ കുടുംബം മാത്രമാണ് ഇവിടെ അട്ടമലയിൽ. ഈ കുടുംബം മാത്രം ഈ ഗോത്രവർഗ കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇനിയും ഇവരെ ബാക്കിയുള്ളവർ ബോഡി വിട്ട് കൊടുത്തതിന് ശേഷം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു തർക്കം. കാരണം മറ്റ് പഴയ പല വിഷയങ്ങളും നേരത്തെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ഷിഹാബ് ഉന്നയിച്ചത്. അതിന് മറുപടിയായി CPM-ന്റെ ഏരിയ സെക്രട്ടറി ഹാരിസ് സംസാരിച്ചു. ഹാരിസ് ഈ വിഷയം, അതായത് CPM-ന്റെ ഏരിയ സെക്രട്ടറിയാണ് ഹാരിസ്, വൈത്തിരി ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നത് ഈ വിഷയം ബോഡി വിട്ടുകൊടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് പറഞ്ഞത്. മറ്റു വിഷയങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ അതൊരു തർക്കമായി. പക്ഷെ തർക്കത്തിന് ഇപ്പോൾ നിലവിൽ അയവ് വന്നിട്ടുണ്ട്. അതിനകത്ത്
മൃതദേഹം വിടാനുള്ള നടപടി, മൃതദേഹം ഇവിടുന്ന് മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ കിടക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് അത് മാറി. പക്ഷേ തർക്കം പരിഹരിക്കപ്പെട്ടു, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അത് വീണ്ടും ചർച്ച ചെയ്ത വിഷയം അത് വീണ്ടും ചർച്ച ചെയ്ത് അത് ശരി. സുർജിത്ത്, ഇപ്പോൾ അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ ഘട്ടത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നാട്ടുകാരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് റവന്യൂ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നത്. മൃതദേഹം വിട്ടുകൊടുക്കും, അത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുടുംബങ്ങൾക്ക് ആ കുടുംബത്തിന് കൈമാറും. ആദ്യ ഗഡുവായി ഒരു ധനസഹായം 5 ലക്ഷം രൂപ നൽകും. പിന്നീട് അവകാശ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് ശേഷം ബാക്കി 5 ലക്ഷം രൂപ കൂടി നൽകുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും DFOയും അതുപോലെ തഹസിൽദാരും വ്യക്തമാക്കിയത്. നാട്ടുകാർ അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കുകയായിരുന്നു.